ആരെങ്കിലും ഒന്ന് പിടിക്ക്. ആ കുട്ടിയൊന്നും ചെയ്യല്ലേ, അവളെ കൊന്നുകളയല്ലേ. ആ കുട്ടിയെ രക്ഷിക്കാൻ അത് ചത്തുപോകും. എന്നെ വിട്, വിട്. അടങ്ങിക്കടിയോടെ. ആ കുട്ടിയെ രക്ഷിക്കാൻ വിട്. ആ കുട്ടിയൊന്നും ചെയ്യല്ലേ, ഒന്ന് അഴിച്ചു മാറ്റവളെ. എന്റെ കൈ അപ്പൊ ചാകുന്നത് കണ്ട ഇവൾക്ക് പേടിയുണ്ട്. പാവം, ഇവൾക്കുള്ള ഐസ് ബ്ലോക്ക് ഓർഡർ ചെയ്തോ? ഓക്കെ, ആ വണ്ടികൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ? അതെ, ദാബയുടെ മുന്നിൽ കിടന്നിരുന്ന ആ 2 വണ്ടികളുടെ നമ്പർ വ്യാജമാണ്. അത് രണ്ടും 2 സ്കൂട്ടറുകളുടെ നമ്പറാണ്. സാർ, അങ്ങനെ ഒരു കള്ളത്തെ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നന്ദിനെ കൊണ്ടുവരിക്കുന്നത്. അത് ഉറപ്പല്ലേ സാർ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ അവന്മാർക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന്. അപ്പൊ വിശ്വസിക്കാൻ തോന്നിയില്ലല്ലോ അച്ഛന്? ഇനിയിപ്പോ എന്താ മാർഗം സാർ? വണ്ടിയുടെ ഫോട്ടോസ് എല്ലാ ചെക്ക് പോസ്റ്റിലേക്കും ട്രാഫിക് സ്റ്റേഷനിലേക്കും എത്തിയിട്ടുണ്ട്. അവർ അത് വെച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ, എനിക്ക് ആ വണ്ടി നന്നായിട്ട് അറിയാം. അതിലുണ്ടായിരുന്നവരെ അറിയാം. അന്വേഷിക്കാൻ പോകുന്ന പോലീസുകാരുടെ കൂടെ എന്നെ കൂടെ ഒന്ന് വിടാമോ പ്ലീസ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 10-12 സംഘങ്ങളായിട്ടാണ് പോലീസ് അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കതിൽ എത്ര പേരോടൊപ്പം പോകാൻ പറ്റും? സർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്ക് അവരെ കണ്ടെത്താൻ പറ്റും സർ. നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ അല്പം ക്ഷമ കാണിച്ചേ പറ്റൂ പ്ലീസ്. ഞങ്ങളവരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞില്ലേ? സാർ, അവന്റെ ടെൻഷൻ കൊണ്ട് അവൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. മറ്റൊന്നും കരുതരുത്. എങ്ങനെയെങ്കിലും നന്ദിനി മോളെ കണ്ടുപിടിച്ച് തരണം സാർ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ കാണുന്നതല്ലേ അതൊക്കെ. ശരി സാർ. സൂര്യ, അച്ഛാ, ഇവരെ കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അവരിതൊരു സാധാരണ കേസ് മാത്രമായിട്ടാണ് കാണുന്നത്. ഒരുപാട് മിസ്സിംഗ് കേസുകളുടെ കൂടെ ഒരെണ്ണം മാത്രം.
നന്ദിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല അച്ഛാ. എടാ, അവർക്ക് പ്രാക്ടിക്കലായാലേ ചിന്തിക്കാൻ പറ്റൂ. അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അന്വേഷണത്തിന് ഇറങ്ങിയവര് അദ്ദേഹത്തെ വിളിക്കുന്നത് നമ്മളും കണ്ടതല്ലേ, നമ്മളും കൂടെ അവിടെ ഇരുന്നതല്ലേ. അപ്പോ ഓരോ നിമിഷം വൈകും തോറും എനിക്ക് പേടിയാണ് അച്ഛാ. അച്ഛനല്ലാതെ മറ്റാരും എന്റെ കൂടെ ഇല്ല. നന്ദിനി തിരിച്ചു വരണമെന്ന് വേറെ ഒരാൾ പോലും മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലുമില്ല. അച്ഛാ, അവക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ... നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ? നന്ദിനിക്കൊന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അവള് പ്രാർത്ഥിക്കുന്ന ദൈവം കാവലുണ്ട്. പിന്നെ കരുത്തോടെ നീ തളർന്നു പോവാതിരുന്നാ മാത്രം മതി. അവള് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും. മമ്മി, കുറച്ചു കഴിയുമ്പോ ആളുകളെല്ലാം കയറി വരും. ഡാഡി വന്നില്ലല്ലോ ഇതുവരെ. ഡാഡി വരില്ല മമ്മി. നന്ദിനിയെ കിട്ടാതെ ഡാഡി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. എല്ലാവരെയും വിളിച്ചത് അബദ്ധമാവൂ? ഒരു അബദ്ധവും ആവില്ല. നിന്റെ ഡാഡി വരുമെന്ന് പറഞ്ഞത് ഈ ഞാനാ. അതുകൊണ്ട് വന്നിരിക്കും. മമ്മി വെറുതെ ധൈര്യം ഭാവിച്ചിട്ട് കാര്യമില്ല. ദേ, ഇപ്പൊ വേണമെങ്കിലും നമുക്ക് സമയമുണ്ട്. ചിലര് പുറപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും ഫോണിൽ വിളിച്ച് മുടക്കാവുന്നതേ ഉള്ളൂ. വിളിച്ചു മുടക്കാനോ? അത് ഒരു കാരണവശാലും നടക്കില്ല. പുറപ്പെട്ടവര് ഇവിടെ ഇപ്പം എത്തും. ഇതുവരെ പുറപ്പെടാത്തവര് പുറപ്പെടുകയും ചെയ്യും. മമ്മി, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തടിസ്ഥാനത്തിലാ ഡാഡി വരുമെന്ന് പറയുന്നേ? ഇന്ന് ഈ ഫംഗ്ഷനിൽ ഡാഡി വന്നില്ലെങ്കിൽ നാളെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. മമ്മി, ഇതേ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്.